ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ കുറച്ച് ഹെയർ കെയർ മിത്സിനെ ഡീബങ്ക് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ചില ഹെയർ കെയർ സാധനങ്ങൾ സത്യത്തിൽ മിത്താണ്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ മിത്താണ് നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ വൈറ്റ് പൊടിയും ഡാൻഡ്രഫ് ആണ് എന്നുള്ളത്. അത് ആക്ച്വലി നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സ്കാൽപ്പിൽ മെയിൻലി രണ്ട് ടൈപ്പ് വൈറ്റ് പൊടീസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വൈറ്റ് ഫ്ലേക്സ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വൈറ്റിഷ് അല്ലെങ്കിൽ വൈറ്റിഷ് യെല്ലോയിഷ് ഫ്ലേക്സ് ആയിരിക്കും, ഒന്ന് പ്യോർ വൈറ്റ് ആയിരിക്കും. മാത്രമല്ല ഒന്ന് നല്ല പൊടി പൊടിയായിട്ടായിരിക്കും, ഒന്നിനകത്ത് കുറച്ച് ഓയിലി അപ്പിയറൻസ് കാണും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഡിഫറൻസ്. നിങ്ങളുടെ സ്കാൽപ്പ് ഇപ്പൊ എക്സ്ട്രീംലി ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ, മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എക്സ്ട്രീംലി ഓയിലി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതല്ല, നമ്മുടെ മുടി നോർമലായിട്ട് നമുക്ക് സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവുന്ന പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് എക്സ്ഫോളിയേറ്റ് ആവും. ഇപ്പൊ നിങ്ങളുടെ 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ എക്സ്ഫോളിയേഷൻ കാരണം ആ ഡെഡ് സ്കിൻ പോകുന്നതോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്ട്രീംലി ഡ്രൈ ബോഡി ഉള്ളത് കാരണം, ഡ്രൈ സ്കാൽപ്പ് കാരണം നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് പൊടി വരാം. അങ്ങനെയാണ് രണ്ട് ടൈപ്പ് നമുക്ക് ഹെയറിൽ വൈറ്റിഷ് ഫ്ലേക്സ് വരുന്നത്. ഇനി നിങ്ങളുടെ സ്കാൽപ്പ് ഓയിലി ആണെന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫംഗൽ ആക്നെ അതല്ലെങ്കിൽ ഡാൻഡ്രഫ് വരണം എന്നില്ല. അവിടെ നമ്മുടെ ഫംഗസ് അതല്ലെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് വരുന്ന ഒരു ടൈപ്പ് ഫംഗൽ ഗ്രോത്ത് ആണ്. നമുക്കറിയാം ഫംഗസ് വരണമെങ്കിൽ അവിടെ ഒരു ഓയിൽ പ്രൊഡക്ഷൻ വരണം. ഇപ്പൊ നിങ്ങളുടെ ഓയിലി സ്കാൽപ്പ് അല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എക്സ്ട്രീംലി ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല അത് പ്രോപ്പറായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഫംഗൽ ആക്നെ വരാം, അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോ നിങ്ങൾ സ്കാൽപ്പ് കാരണമാണോ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ചെയ്യേണ്ട ഈസി വേ എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഹെയർ വാഷ് ചെയ്യുന്ന ഡേ, ഇപ്പൊ ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്ന ഷാമ്പൂ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ 24 hours ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിയിൽ നമ്മുടെ സ്കാൽപ്പിൽ നമുക്കൊരു ഓയിൽനെസ് ഫീൽ ചെയ്യും. ഒന്നുകിൽ ബ്ലോട്ടിംഗ് പേപ്പർ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഓയിൽനെസ് ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണേന്ന് വെച്ചാൽ ഡാൻഡ്രഫും കൂടി, ഓയിൽനെസ്സും ഡാൻഡ്രഫും കൂടെ വരും. ഇത് കാരണമായിരിക്കും നോർമലി നമുക്കൊരു സ്കാൽപ്പ് ഓയിലി ഡാൻഡ്രഫ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അതല്ല നിങ്ങൾക്ക് ഡ്രൈ ആണ് എന്ന് മനസ്സിലാക്കാൻ ഈസി വേ എന്ന് വെച്ചാൽ നിങ്ങൾ കുളിച്ചിട്ട് 2 to 3 days കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ഒരു വൈറ്റ് പൊടി വരുന്നത്. അതൊരു 5 days ഒക്കെ ആകുമ്പോൾ എക്സസീവ് ആവുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഹെയർ വാഷ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു, നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ആയി തുടങ്ങി എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 4 to 5 day വരുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് കാരണം ഉണ്ടാകുന്ന വൈറ്റ് പൊടി, ഓയിൽനെസ് കാരണം ഉണ്ടാകുന്ന ഡാൻഡ്രഫ്, ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ 2 വേ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് എങ്ങനെ മാറ്റാന്ന് വിചാരിച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓയിലി സ്കാൽപ്പ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം, പ്രത്യേകിച്ച് ഫംഗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഹെയർ ഓയിൽസ് അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ കണ്ടീഷണേഴ്സ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മാസ്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അതിനകത്തൊക്കെ കുറച്ച് ഓയിൽനെസ് ഉണ്ടാവും. കണ്ടീഷണർ ആണെങ്കിൽ സ്കാൽപ്പിന്റെ അടുത്തോട്ട് പോലും പോകാതിരിക്കാം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഡാൻഡ്രഫ് മാറ്റാൻ നല്ലത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നതിന്റെ കൂടെ വീക്കിലി 1 or 2 കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. എന്നിട്ട് കണ്ടീഷണർ സ്കാൽപ്പ് വിട്ടിട്ട് റൂട്ടിൽ മാത്രം, ലെങ്ത്തിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രത്യേകിച്ച് ഫംഗൽ ഇതുള്ള ആൾക്കാർ, അതായത് ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ സ്കാൽപ്പ് വാഷ് ഫ്രീക്വന്റ് ആക്കാനായിട്ട്, ഓവർ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ സ്കാൽപ്പ് ഗ്രീസിനെസ് ഫീൽ ചെയ്യുന്നു അപ്പോഴൊക്കെ സ്കാൽപ്പ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ഒരു 2 to 3 days ഇടയിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. സൾഫർ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുക. ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സൾഫർ ഷാമ്പൂ യൂസ് ചെയ്യാൻ കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതല്ല നിങ്ങൾക്ക് സൾഫർ ബേസ് ചെയ്തിട്ടുള്ള ഷാമ്പൂസ് അതല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പ് ആണ്, നിങ്ങൾ പുറത്ത് പോയി തലയിൽ ഒരുപാട് അഴുക്കുണ്ട്, ഗ്രീസ്നെസ് ഒക്കെ ഫീൽ ആണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിന്റെ കണ്ടീഷൻ നോക്കേണ്ട, ഒരു ഡെയിലി ഷാമ്പൂ വെച്ചിട്ട് മസ്റ്റ് ആയിട്ടും സ്കാൽപ്പ് വാഷ് ചെയ്യുക. കൂടെ കണ്ടീഷണറും പിന്നെ വീക്കിലി വൺസ് മാസ്കും യൂസ് ചെയ്യുന്നതായിട്ട് മറക്കണ്ട. പറ്റുമെങ്കിൽ വീക്കിലി 1 or 2 ഹെയർ ഓയിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പൊ മിത്ത് നമ്പർ 1 മനസ്സിലായല്ലോ. എല്ലാവർക്കും ഉള്ളത് ഡാൻഡ്രഫ് അല്ല, ചിലവർക്ക് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും, ചിലവർക്ക് ഡാൻഡ്രഫ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ മിത്ത് നോക്കാം. രണ്ടാമത്തെ മിത്ത് എന്ന് വെച്ചാൽ, നമ്മൾ എത്ര കുറച്ച് ഹെയർ വാഷ് ചെയ്യുന്നോ അത്രയും കുറച്ച് ഓയിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യൂ എന്നുള്ളത്. ഈ മിസ്റ്റേക്ക് ഞാനും ഒരു കാലത്ത് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് നമ്മൾ സ്കാൽപ്പ് ട്രെയിനിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇടയ്ക്ക് കുറെ കാലം ട്രെയിനിങ് ആയിരുന്നു. ഞാൻ പരീക്ഷണാർത്ഥം ട്രൈ ചെയ്തു. അത് വെറും പൊട്ടത്തരാണെന്ന് മനസ്സിലായപ്പോൾ നിർത്തി.
എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ എടുക്കുമ്പോൾ നമ്മുടെ നമ്മൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ മിനിമം 2 നേരം മാത്രം വാഷ് കുറയ്ക്കാനായിട്ട് പറയും. അതുപോലെയാണ് നമ്മുടെ ഹെയർ സ്കാൽപ്പ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാഷിങ്ങിന്റെ ഫ്രീക്വൻസി കുറയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും, ഓൾറെഡി ഹൈഡ്രേഷൻ നിൽക്കുമല്ലേ, അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കുറയുമല്ലോ, അങ്ങനെ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഫേസിന്റെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും എൻറ്റയർലി ഡിഫറെന്റ് സാധനങ്ങളാണ്. മാത്രമല്ല ഓയിൽ പ്രൊഡക്ഷൻ നിങ്ങൾ ഇനി എത്ര കഴുകിയില്ലെങ്കിലും സെബേഷ്യസ് ഗ്ലാൻഡ്, ഹെയറിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത് നിങ്ങൾ സ്കാൽപ്പിന്റെ വാഷ് കുറച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രൊഡക്ഷന് കുറവൊന്നും വരാനായിട്ട് പോണില്ല. നിങ്ങൾ വാഷ് ചെയ്താലും വാഷ് ചെയ്തില്ലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല തിൻ ഹെയർ ഒക്കെ ആണെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ് എക്സസീവ് ആയിട്ട് തിൻ ഹെയർ വിത്ത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇപ്പം നമുക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അത് നമ്മുടെ മെന്റലി നമുക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന് കഴുകാത്തോണ്ട് ഇത്രയും കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യും. ഇല്ല, എങ്ങനെ ആയാലും നിങ്ങളുടെ സ്കാൽപ്പിൽ എത്ര ഓയിൽ വേണമോ അത് നമ്മുടെ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് ഒരിക്കലും കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇതിപ്പോ ഓയിലി സ്കാൽപ്പുകാർക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈ സ്കാൽപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങൾക്ക് സെബേഷ്യസ് ഗ്ലാൻഡ് അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ എത്ര വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ കൂടാനും പോകുന്നില്ല, ഓയിൽ പ്രൊഡക്ഷൻ കുറയാനും പോണില്ല. ഓയിൽ പ്രൊഡക്ഷൻ കുറയും നിങ്ങൾ സൾഫേറ്റ് ഒക്കെ അടങ്ങിയ ഷാംപൂസ് യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലിനെ അതൊന്ന് അഫക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് നമ്മളിപ്പോ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യില്ലേ, എക്സാക്ട്ലി സെയിം വേയിൽ അവിടെ നിന്ന് അഫക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നാച്ചുറൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസിന്റെ കൂടുതലും ഉണ്ടാവാൻ പോണില്ല, കുറവും ഉണ്ടാവാൻ പോണില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും മെന്റലി മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഹെയർ ഗ്രീസി ആയി എന്ന് നിങ്ങൾക്ക് ഫീൽ ആയാൽ ഡെഫിനറ്റ്ലി ഹെയർ വാഷ് ചെയ്യുക. സ്കാൽപ്പിനനുസരിച്ചിട്ടുള്ള ഷാംപൂസ് എടുത്തിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് സാലിസിലിക് ഓയിലി സ്കാൽപ്പ് വിത്തൗട്ട് ഡാൻഡ്രഫ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൾഫേറ്റ് ഉള്ള ഷാംപൂസ്, സാലിസിലിക് ആസിഡുള്ള ഷാംപൂസും ഒക്കെ. അതല്ല നിങ്ങളുടെ ഒരു ജെന്റിൽ ആയിട്ടുള്ള സ്കാൽപ്പാണ്, ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത ഷാംപൂസ് യൂസ് ചെയ്യും. ജെന്റിൽ ആയിട്ടുള്ള നമ്മുടെ സെബാമെഡിലൊക്കെ ഉണ്ട്, വിഷ് കെയറിലുണ്ട്, അങ്ങനെ മിനിമലിസ്റ്റിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാംപൂസ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാർക്കാണെങ്കിൽ വേറെ അനാട്ടമിയില് വിഷ് കെയറിലൊക്കെ നമുക്ക് HA/BHA ഷാംപൂസ്, സാലിസിലിക് ആസിഡ് ഷാംപൂസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാതിരുന്നെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ അത് ഒരു രീതിയിലും അഫക്ട് ചെയ്തില്ല. ഫേസിലാണെങ്കിൽ വീണ്ടും നമുക്ക് പറയാം നമ്മൾ എക്സസീവ് ആയിട്ട് വാഷ് ചെയ്യുന്ന കാരണം ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയുന്നു. പക്ഷെ സ്കാൽപ്പിൽ ആ ഒരു പ്രോസസ്സ് ഫേസിനെ പോലെ അല്ല അഫക്ട് ചെയ്യുന്നത്, അത് വേറൊരു രീതിയിലാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണം. ഇനി നമുക്ക് തേർഡ് മിത്ത് നോക്കാം. തേർഡ് മിത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ ഫ്രീക്വന്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം, ഇതില്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പി ഷാംപൂസിനൊക്കെ ഇമ്മ്യൂൺ ആവും എന്നുള്ളത്. ആക്ച്വലി അത് ലിറ്ററലി നല്ലൊരു മിത്ത് തന്നെയാണ്, തെറ്റായിട്ട് ധാരണയാണ്. കാരണം ഞാനും ഒക്കെ ആ ഒരു തെറ്റിദ്ധാരണ കാരണം ഫ്രീക്വന്റ്ലി ഷാംപൂസ് മാറ്റിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ എനിക്കത് ചേഞ്ച് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ മുടി പണ്ട് തൊട്ട് ഞാൻ മുടി സ്ട്രെയിറ്റനിങ് എല്ലാ പൊട്ടത്തരം സ്കാൽപ്പിൽ ചെയ്യാറുള്ള ആളാണ്, ഇപ്പോഴും ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഷാംപൂസ് ഒക്കെ നമുക്ക് മുടിക്ക് ഒരു സിൽക്ക്നെസ് തരാനായിട്ട് ഇതിനകത്തൊക്കെ സിലിക്കോൺ ആഡ് ചെയ്യും. ഇത് നമ്മുടെ സ്കാൽപ്പിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിൽഡപ്പ് ആയിട്ടും ഒക്കെ നിൽക്കാൻ തുടങ്ങും. അപ്പൊ ചില സമയം, എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ ബിൽഡപ്പ് ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ പതുക്കെ ഷാമ്പു ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ഷാമ്പു അല്ലല്ലോ പിന്നെ യൂസ് ചെയ്യുക, അപ്പൊ കുറച്ചും കൂടി ഈസിലി വാഷ് ഔട്ട് ആവും. മറ്റടുത്ത് ബിൽഡപ്പ് ഷാമ്പു കാരണം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാഷ് ഔട്ട് ആവും, അത്ര വ്യത്യാസമില്ല. അതിപ്പോ നിങ്ങളുടെ തന്നെ ഷാമ്പു നിങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതൊന്ന് മാറ്റിയിട്ട്, ഞാൻ പണ്ടൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആദ്യമേ സ്കാൽപ്പിന്റെ ബേക്കിൽ കഴുകണം, എന്നിട്ട് പതുക്കെ ഗ്രാജുവലി നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് കഴുകണം, നമ്മൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്നുകൂടെ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു എടുക്കുക, എന്നിട്ട് കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് ആദ്യമേ നമ്മുടെ സ്കാൽപ്പിന്റെ ബേക്കിൽ കഴുകുക, എന്നിട്ട് പതുക്കെ ഫ്രണ്ട് വരെ എത്തുക, എന്നിട്ട് 2 സൈഡ് ഫോക്കസ് ചെയ്യുക. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് സ്കാൽപ്പ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്കത് പറ്റില്ല. അപ്പൊ കണ്ടിന്യൂസ് നമ്മൾ ഹാബിറ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ബിൽഡപ്പ് ചിലപ്പോൾ കംപ്ലീറ്റ്ലി കഴുകി കളയാൻ പറ്റത്തില്ല. നിങ്ങൾ പഴയ ഷാമ്പു കിട്ടിയാലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ചസ് മനസ്സിലാവും.
അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. അതല്ലാണ്ട് ഷാമ്പു ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിനെ ഇമ്മ്യൂൺ ആക്കാനായിട്ട് പോണില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഞാൻ അത് എങ്ങനെ ഡീബങ്ക് ചെയ്തു, സ്വന്തമായിട്ട് എനിക്കത് എങ്ങനെ ഫീൽ ആയെന്ന് വെച്ചാല്, ഞാൻ എന്നെ മുടി സ്മൂത്തനിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് റീസെന്റ് കുറച്ച് ബോധമൊക്കെ വിവരമൊക്കെ വന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്തപ്പോ സമയത്ത് ഞാൻ ലിറ്ററലി ഒരു ഷാമ്പു മാത്രമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ലോറിയലിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോറിയലിന്റെ ലോറിയൽ പ്രൊഫഷണൽ എക്സ്റ്റൻസോ എന്ന് പറഞ്ഞാൽ ബ്ലൂ ബോട്ട് ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ബ്ലൂ ലേബലുള്ള ഷാമ്പു. അപ്പൊ അതിപ്പോ ഞാൻ എന്റെ ഗോൾഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്റെ ഹെയർ ട്രീറ്റഡ് ആണ്. എനിക്ക് വേറെ ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്താൽ എനിക്ക് ഹെയർ സെറ്റ് ആവത്തില്ലായിരുന്നില്ല. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്തു. അപ്പൊ ഞാൻ ഈ ഹെയർ സ്മൂത്ത് ചെയ്തിരുന്ന സമയത്ത് മൊത്തം അതാണ് യൂസ് ചെയ്തത്. അപ്പൊ എന്റെ ഹെയറിന് വ്യത്യാസം ഒന്നും ഇല്ല, ഐ മീൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം ഇമ്മ്യൂൺ ആവണമെങ്കിൽ എനിക്ക് വേറൊരു ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ഈ ഷാമ്പുവിന് റിസൾട്ട് കിട്ടാതാവണ്ടേ. എനിക്ക് ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴൊക്കെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ലിറ്ററലി മിത്താണ്. ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനകത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലിറ്ററലി ഒരു മിത്താണ് എന്നുള്ളത്. അപ്പൊ ഒരു ഷാമ്പു നമ്മൾ ഒരിക്കലും ഇമ്മ്യൂൺ ആക്കാൻ പോകുന്നില്ല സ്കാൽപ്പ്. പ്രോപ്പറായിട്ട് നമ്മളത് വാഷ് ചെയ്താൽ മതി. ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ഷാമ്പു നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ വൺസിനെ ക്ലാരിഫൈങ് ഷാമ്പൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എനിക്കൊന്ന് അനോമലി, പ്രിയങ്ക ചോപ്രയുടെ അനോമലി ബ്രാൻഡിൽ നല്ലൊരു ക്ലാരിഫൈങ് ഷാമ്പു അവൈലബിൾ ആണ്. ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കാൽപ്പിൽ വെച്ചാൽ നമ്മൾ ഒക്കേഷണലി ഷാമ്പു മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഷാമ്പുവിലുള്ള ബിൽഡപ്പ് മാറ്റാനായിട്ട് അന്ന് ഹെൽപ്പ് ചെയ്യും. അത്ര അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വേ ഓഫ് വാഷിംഗ് മാറ്റിയാലും മതി. അപ്പൊ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡപ്പ് മാറുമ്പോൾ നമ്മുടെ പഴയ ഷാമ്പുവിൽ അത് ആ റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അല്ലാണ്ട് ഷാമ്പു ആന്റിബയോട്ടിക് പോലെ നമ്മുടെ സ്കാൽപ്പിനെ ഇമ്മ്യൂൺ ആക്കത്തില്ല. ആന്റിബയോട്ടിക് നമ്മുടെ ബോഡിയെ ഇമ്മ്യൂൺ ആക്കും, അത് സത്യമാണ്. പക്ഷെ സ്കാൽപ്പിൽ നമ്മുടെ ഷാമ്പൂസ് ഒരിക്കലും ഇമ്മ്യൂൺ ആക്കാനായിട്ട് പോകുന്നില്ല. ഫോർത്ത് മിത്താണ് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ലോസ് കൂടും എന്നുള്ള കാര്യം. കാര്യം ഇത് എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇപ്പൊ നമ്മൾ പണ്ട് ഹോസ്റ്റലിലോട്ട് മാറുന്നതിന് മുന്നേ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സ്ഥിരം ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആ റൊട്ടീൻ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. എനിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട രണ്ട് റീസൺ ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ എന്റെ ഹെയർ നല്ല ഓയിലി സ്കാൽപ്പായിരുന്നു പണ്ട് തൊട്ടേ. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് എന്റെ അച്ഛന്റെ റെഗുലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം. നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഹെയർ വാഷ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു റൂളും ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് അന്ന് നല്ലൊരു ഇതായിരുന്നു. കാരണം കുളിച്ചിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. പക്ഷെ അത് പിന്നെ മുടിയിൽ ബിൽഡപ്പ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പതുക്കെ അച്ഛ സോപ്പിട്ടൊക്കെ നമ്മളത് മാറ്റി, അത് വേറെ കാര്യം. അപ്പൊ ഡെയിലി വൈകിട്ട് വന്നിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മാറിയ. സോ എന്നാലും ഡെയിലി ഹെയർ വാഷ് ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്തപ്പോൾ എന്റെ ഹെയറിൽ എത്ര മുടി ലോസ് ആയി, അതിന്റെ ഇരട്ടി ലോസ് ആയി തുടങ്ങി ഞാൻ വല്ലപ്പോഴും ഷാമ്പു വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. സംഭവം ഒന്നുമില്ല, മാത്താണ്. നമ്മുടെ ഹെയറിൽ ഡെയിലി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒരു 50 to 100 ഹെയർ ലോസ് ആവും. അപ്പൊ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ ഇത് ലോസ് ആവുമ്പോൾ നമ്മൾ ഫ്രീക്വന്റ് അല്ലാണ്ട് വാഷ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഡേ പർട്ടിക്കുലർ എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴും ഇത്ര ഹെയർ തന്നെ ലോസ് ആവും. പക്ഷെ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, അത് സത്യമാണ്. പക്ഷെ നമ്മൾ വീക്കിലി പോകുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഴുകിയിട്ട് ആ മുടി അങ്ങോട്ട് ഇരുന്നോണ്ട് പോയതല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പോയത്, അങ്ങനെ വിചാരിക്കും. നിങ്ങൾ കഴുകിയാലും കഴുകിയില്ലെങ്കിലും ഇത്ര ഹെയർ നിങ്ങളുടെ സ്കാൽപ്പിൽ നിന്ന് പോവും. അതൊരു നാച്ചുറൽ സൈക്കിളാണ്. അതിൽ കൂടുതൽ 100-ൽ കൂടുതൽ ഹെയർ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നമായിട്ട് വരുന്നത്. അതും എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തിക്ക് ഹെയർ ആണ്, കട്ടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 100+ ഹെയർ പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വളരെ തിന്നായിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് -100-ലും പോകുന്നതാണ് നല്ലത്. ഈ നോർമൽ തിക്നെസ് ഉള്ളത്, എന്നെ പോലെയൊക്കെ നോർമൽ തിക്നെസ് ഉള്ള ആൾക്കാർക്കാണ് നമ്മളൊരു 50 to 100 പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ വാഷ് നിങ്ങളുടെ ഹെയറിന്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾ നോക്കാം. എക്സ്ട്രീംലി കുറച്ച് നല്ല തിക്നെസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ 100- നോക്കാം, നല്ല തിക്നെസ് ഉള്ളതാണെങ്കിൽ 100+ നോക്കാം. പിന്നെ നിങ്ങളുടെ ഹെയർ വാഷും നിങ്ങളുടെ ഹെയർ ലോസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ കഴുകി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹെയർ ലോസ് കൂടാൻ പോലെ കഴുകിയില്ല എന്ന് പറഞ്ഞിട്ടും ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ കുളിക്കാതിരുന്നിട്ട് പിന്നെ ഒരു ദിവസം കുളിക്കുമ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അസുഖം വന്നത് കൊണ്ടാണ് ആ ഹെയർ ഫോൾ ഉണ്ടായിരുന്നത്. അല്ല, അസുഖം വന്നു, അതൊരു ചെറിയ ഫാക്ടറാണ്. പക്ഷെ നമ്മൾ കുളിക്കാതിരുന്നപ്പോ നേരത്തെ നമ്മൾ പനി ജലദോഷങ്ങളും മുടി പോലും പ്രോപ്പറായിട്ട് നമ്മൾ കോതാറൊന്നുമില്ല, വലിച്ചു വാരി കെട്ടി വെക്കും. അപ്പൊ അപ്പോഴൊക്കെ ഇരിക്കുന്ന ആ മുടി എല്ലാം കൂടെ കുളിക്കുമ്പോഴത്തേക്ക് പുള്ളിങ്ങി വരുന്നതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അങ്ങനെ ഹെയർ വാഷും ഹെയർ ലോസും തമ്മിൽ ഡയറക്ട്ലി ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. 5th മിത്താണ്, നിങ്ങളുടെ ഹെയറിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഹെയർ ലോസും കൂടും. ഡെഫിനറ്റ്ലി ഇല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇപ്പൊ കുറച്ച് മുടിയേ ഉള്ളൂങ്കിൽ ആ മുടിയുടെ ലെങ്ത് ചെറുതായിട്ട് നമുക്ക് താഴെ കിടക്കുമ്പോൾ കുറച്ച് മുടി തോന്നിക്കും. മുടി കൂടുതലാകുമ്പോഴത്തേക്ക്
മുടി അതിന്റെ ലെങ്ത് കൂടുതലാണ് നമുക്ക് ഒരുപാട് മുടി തോന്നിക്കും. അത്ര വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരു മീൻസ് പ്രോബ്ലം ഒന്നുമില്ല. നോർമലി ആണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഹെയർ ലോസ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 to 100. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ സ്ട്രെസ്, അതല്ലെങ്കിൽ മെഡിക്കേഷൻ, അതല്ലെങ്കിൽ ഹോർമോണൽ വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹെയർ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഹെയറിന്റെ ലെങ്ത് ബാധകമല്ല. നോർമലി ഹെയർ ലോസ് വരും. നമുക്കിപ്പോ നമ്മുടെ ഫേസിന് സ്കിൻ സൈക്കിൾ ഉള്ള പോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരു സൈക്കിൾ ഉണ്ട്. നോർമലി 90 days കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഒരു ഹെയർ കംപ്ലീറ്റ്ലി പുറത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് സ്ട്രെസ് വന്നെങ്കിൽ നാളെ ഹെയർ ലോസ് ഉണ്ടാവും എന്നല്ല പറയുന്നത്. അതൊരു 6 month ഗ്യാപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് ആ ഹെയർ ലോസ് ഉണ്ടാവുന്നത്. ഇപ്പം ഇത് കൊറോണ വന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും. നമുക്ക് കൊറോണ വന്നിട്ട് ഇപ്പൊ എനിക്ക് തന്നെ കൊറോണ വന്നിട്ട് എനിക്ക് ജാനിലാണ് കൊറോണ വന്നത്. കാരണം എന്റെ വെഡിങ് കഴിഞ്ഞ് നെക്സ്റ്റ് തന്നെ എനിക്ക് കൊറോണ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇയറിന്റെ ആവാറായപ്പോഴാണ് എന്റെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ആ സമയത്ത് പറയണു കൊറോണ വന്ന എല്ലാവർക്കും ഹെയർ ഫോൾ ഉണ്ട്. കാരണം എനിക്ക് ബണ്ടിലായിട്ടായിരുന്നു പൊക്കോണ്ടത്. പിന്നെ അത് നോർമലായി. കാരണം ആ ഒരു ഇതൊക്കെ മാറി നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് അത് മാറി. കാരണം അത് അപ്പോഴത്തെ സ്ട്രെസ്സിൽ പിന്നീട് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നത് അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി ഇതൊക്കെ കാരണമായിരിക്കും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഹെയറിന്റെ ലെങ്ത് വെച്ചിട്ടോ തിക്നെസ് വെച്ചിട്ടോ ഒരിക്കലും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് പോണില്ല. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും നിങ്ങളോട് എന്റെ മുടിയുടെ നീളം കൂടി എനിക്ക് അതുകൊണ്ട് മുടി പൊഴിച്ചിൽ കൂടുന്നുണ്ട്, ഞാൻ ഓടിപ്പോയി മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടല്ല മുടി ഒഴിച്ചിൽ വരുന്നത്. പക്ഷെ മുടി വെട്ടണമെങ്കിൽ പോയി വെട്ടിക്കും, അത് പേഴ്സണൽ ചോയ്സ്. ഞാനത് നമ്മളൊന്നും പറയാൻ ആളല്ല. പക്ഷെ ഞാനൊക്കെ മുടി വെട്ടി കളിക്കുന്ന ആളാണ്. അപ്പൊ അതൊന്നും അല്ല നമ്മളെ റീസൺ. മുടി ലെങ്ത് ഉണ്ട് എന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് പോണില്ല. മുടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് പോണില്ല. അത് ഹെയർ ലോസിന് വേറെയാണ് റീസൺസ്. ഹോർമോൺ ചേഞ്ചസ്, സ്ട്രെസ്, ഇതൊക്കെയാണ്. ഡയറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ ലോസിന്റെ റീസൺസ്. ഹെയറിന്റെ ലെങ്ത് ഒരിക്കലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അടുത്തൊരു മിത്ത്, ഈ ഇടയ്ക്കല്ല കുറച്ച് നാളായിട്ട് റീൽസിലൊക്കെ കുറച്ച് ഇതായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്, ഒരാൾക്ക് 100 പ്രാവശ്യം മുടി കോതും. അപ്പൊ അത് എന്റെ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. സത്യത്തിൽ അതിന്റെ ബിഹൈൻഡിലുള്ളത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമേ ഫാക്ടിലോട്ട് മിത്താണോ എന്ന് നോക്കിയാൽ ഡെഫിനറ്റ്ലി മിത്താണ്. അത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മുടി 100 തവണ കോതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പോണില്ല. 1. 2, നമ്മൾ ഈ കോതുന്ന സമയത്ത് ചെറിയ സ്റ്റിമുലേഷൻ ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ എത്തും, ന്യൂട്രീഷൻ എത്തും. അത് കാരണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതിന് നമ്മൾ മുടി 100 പ്രാവശ്യം കോതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്താൽ മതി. അത് ചെയ്യാനായിട്ട് വേറൊന്നും വേണ്ട. നമ്മൾ കട്ടിൽ കിടന്നിട്ട് ഡൗൺവേർഡ് ആയിട്ട് കിടക്കാം. എന്നിട്ട് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഹെയർ സ്കാൽപ്പ് ഒന്ന് കോതത്തില്ലേ, അത് മതി. ഒരു 2-3 തവണ നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യത്തില്ല, അത്രയൊക്കെ മതി. ഈ 100 തവണ നമ്മൾ മുടി ഫുള്ള് കോതുമ്പോഴത്തേക്ക് ഉണ്ടാവണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുടി പെട്ടെന്ന് ബ്രേക്ക് ആയി പോകും. എല്ലാവരും ഇപ്പൊ നമ്മളൊരു നൂലെടുത്തിട്ട് കുറേ തവണ കൊതുന്ന അത് ഇപ്പൊ ഇന്നില്ലെങ്കിൽ നാളെ അത് ബ്രേക്ക് ആവും. പെട്ടെന്ന് ബ്രേക്കേജ് വരാനായിട്ടും സ്പ്ലിറ്റ്സെന്റ് വരാനായിട്ടും ഒക്കെ അത് റീസൺ ആണ്. അതിന് പകരം നിങ്ങൾ നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. 2 റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിലെത്തും. പിന്നെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിടക്ക് നമുക്കൊന്ന് കാം ആക്കാനായിട്ട് ഈ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഓയില് ചെയ്യുന്ന ആളാണ്, വീക്കിലി വൺസ് ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ഹോട്ട് ഓയിൽ എടുത്തിട്ട് അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അത് മതി. അതിന്റെ ആവശ്യമുള്ള, അല്ലാണ്ട് 100 തവണ ഹെയർ ബ്രഷ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പോകില്ല. പിന്നെ അതിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കോമ്പ് എടുക്കുമ്പോൾ അത് എപ്പോഴും സെലക്റ്റീവ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ പ്ലാസ്റ്റിക് കോമ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, അത് സ്റ്റാറ്റിക് എനർജി ഉണ്ടാക്കും, അപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കോതുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വുഡൻ കോംബ്സ് ആണ് നല്ലതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കുറച്ച് തിക്കായിട്ടാണെങ്കിൽ നല്ല വൈഡ് ലെങ്ത് ഉള്ള കോമ്പുകൾ എടുക്കുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഫ്രീക്വന്റ്ലി ഹെയർ വാഷ് ചെയ്യാത്ത ആളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ഹെയർ ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെറുതെ കോതി വിടുക എന്നുള്ളതല്ല, കുറച്ച് അകലെയുള്ള ചീപ്പ് എടുത്തിട്ട് നമ്മുടെ ഓരോ നോട്ട്സും അവോയ്ഡ് ചെയ്തിട്ട് നന്നായിട്ട് മുടി ലൂസ് ബേണിലെങ്കിലും കെട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് കാരണം നമുക്ക് ഒരുപാട് ഹെയർ ബ്രേക്കേജസ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അടുത്ത ലാസ്റ്റ് 6th വൺ മനസ്സിലായാലും മുടി ഒരു 100 തവണ കോതി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് പോണില്ല. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റിമുലേഷൻ സ്കാൽപ്പ് മസാജിന്റെ ഫോമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിത്താണ്, ഗ്രേ ഹെയർ പിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു ഗ്രേ ഹെയർ പിക്ക് ചെയ്ത 2 വരും, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. സത്യത്തിൽ എന്താണ് ഗ്രേ ഹെയർ? ഗ്രേ ഹെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിന് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു കളർ തരുന്നതെന്ന് വെച്ചാൽ ലൈറ്റിന്റെ എഫക്റ്റ് ആണ്. അത് ഒപ്പേക്ക് ആവുന്നതുകൊണ്ടാണ്. അത് ട്രാൻസ്ലൂസന്റ് ആവും, അതായത് ലൈറ്റ്
കടന്നു പോകുമ്പോഴത്തേക്കാണ് അത് വൈറ്റ് ട്രാൻസ്പെറന്റ് സാധനം അല്ലെങ്കിൽ ഗ്രേയിഷ് കളർ ആവുന്നത്. അത് ഓരോ ഓരോരുത്തർക്കും ചേഞ്ച് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ നിങ്ങളുടെ റൂട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു റൂട്ട് ഗ്രേ ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിക്ക് ചെയ്താലും പിക്ക് ചെയ്തില്ലെങ്കിലും ആ റൂട്ട് ഗ്രേ ആയിട്ട് ആ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെയർ എപ്പോഴും ഗ്രേ ആയിരിക്കും. അപ്പുറത്ത് അത് ഓൾറെഡി അഫക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്യുമ്പോഴും അത് ഗ്രേ ആയിരിക്കും, അതല്ലെങ്കിൽ ഗ്രേ തന്നെ ആയിരിക്കും. അഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഒരു ഗ്രേ ഹെയർ പിക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് ഇതൊന്നുണ്ട്. പണ്ട് നമ്മുടെ ഇൻസെക്യൂരിറ്റി വളർത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉണ്ടാക്കിയതാണ് ഈ ചെറുനേര് അങ്ങനെ എന്തോ സംഭവം, പേര് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരും വെച്ചാൽ ഇപ്പൊ എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ പെട്ടെന്ന് ഗ്രേ ആയിട്ടുണ്ട്. എനിക്ക് കസിൻസ് അവരൊക്കെ ഹെയർ ഗ്രേ ആയിട്ടുണ്ട്. അപ്പൊ പറയണെന്ന് വെച്ചാൽ ഇത് വീടിന് മോശമാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഹെയറിന്റെ കളർ സ്റ്റോപ്പായി, കളർ കൊടുക്കുന്നതൊന്നും ലൈറ്റ് ആയി അല്ലെങ്കിൽ ആ ലൈറ്റ് അതിൽ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് പോകണു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് റൂട്ടിന് എന്തെങ്കിലും ചെയ്ത് മാറ്റാന്നുള്ളതേ ഉള്ളൂ. അത് മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഓയിൽസോ അങ്ങനെ ആയുർവേദത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മെഡിക്കേഷൻ നമ്മൾ നോർമൽ ഞാൻ പറയുന്ന സ്കിൻ കെയർ ഹെയർ കെയർ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും നല്ലത് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് അവരുടെ അടുത്ത് കാര്യം പറയാ. വേറെ നമ്മൾ സപ്ലിമെന്റ്സ് മാറാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ PRP അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി മാറ്റുക. അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അപ്പൊ അതാണ് ആ ഒരു ഡീബങ്ക്. അല്ല, ഒരു ഗ്രേ ഹെയർ പിക്ക് ചെയ്തുകൊണ്ട് 2 ഗ്രേ ഹെയർ ഒരിക്കലും വരാനായിട്ട് പോണില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7 ഹെയർ മിത്തുകളെയാണ് ഡീബങ്ക് ചെയ്തത്. ഇതുപോലെ എന്തെങ്കിലും സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് Q&A സെക്ഷനിൽ ചെയ്യാം. അതല്ല ലോങ് വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. എന്തെങ്കിലും അഡ്വൈസ് നമ്മുടെ ചാനലിനെ കുറിച്ച് വേണമെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.